മീനൻ രാശിക്കാരെ, ഓഗസ്റ്റ് മാസം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ മാസത്തെ വെറും ഒരു സാധാരണ മാസമായി കാണരുത്. കാരണം ഈ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ അടുത്ത ഏതാനും മാസങ്ങളുടെ ദിശ തന്നെ മാറ്റിമറിച്ചേക്കാം. ചിലർക്ക് വർഷങ്ങളായി കാത്തിരുന്ന ഒരു ആഗ്രഹം സഫലമാകും. ചിലർക്ക് അപ്രതീക്ഷിതമായ ധനയോഗം ലഭിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. പ്രത്യേകിച്ച് നിങ്ങളുടെ നക്ഷത്രം പൂരോരുട്ടാതി, ഉത്രട്ടാതി അല്ലെങ്കിൽ രേവതി ആണെങ്കിൽ അവസാന ഭാഗം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ആ നക്ഷത്രക്കാർക്ക് പ്രത്യേകം പറയാനുള്ള ചില കാര്യങ്ങൾ ഈ മാസത്തിൽ ഉണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം മീനം രാശിക്കാർക്ക് ഒരേ സമയം അവസരങ്ങളും പരീക്ഷണങ്ങളും നൽകുന്ന രീതിയിലാണ്. ശനി നൽകുന്ന പാഠങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്നാൽ ഗുരുവിൻ്റെ അനുഗ്രഹം കാരണം പല തടസ്സങ്ങളും പതുക്കെ മാറിത്തുടങ്ങും. കഴിഞ്ഞ മാസങ്ങളിൽ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ആശങ്കകൾ കുറയുകയും പുതിയ പ്രതീക്ഷകൾ ഉദിക്കുകയും ചെയ്യും. പലപ്പോഴും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന സൂചനകൾ ലഭിക്കും. ഈ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചിലർക്ക് സന്തോഷ വാർത്ത ഉണ്ടാകും. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു രേഖയിൽ ലഭിക്കുന്ന അനുമതി, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷ സൃഷ്ടിക്കും. കുറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു കാര്യത്തിൽ വീണ്ടും ചലനം ഉണ്ടാകും. അതുകൊണ്ട് ഈ മാസം ഒന്നും ഉപേക്ഷിക്കാതെ ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. തൊഴിൽ രംഗത്തുള്ളവർക്ക് ഇത് കഴിവ് തെളിയിക്കാനുള്ള സമയമാണ്. ഓഫീസിൽ നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടും. ഇതുവരെ അംഗീകാരം ലഭിക്കാതെ പോയ പരിശ്രമങ്ങൾക്ക് ഇപ്പോൾ വില കിട്ടിത്തുടങ്ങും. മേലധികാരികളുടെ വിശ്വാസം വർദ്ധിക്കും. ചിലർക്ക് പുതിയ ചുമതലകൾ ലഭിക്കും. ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതുതന്നെ സ്ഥാനക്കയറ്റത്തിൻ്റെയോ ശമ്പള വർധനവിൻ്റെയോ വഴിയായി തുറന്നു കിട്ടും. സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ക്ഷമ പാലിക്കുക. ഒരു തെറ്റായ വാക്ക് ചെറിയ പ്രശ്നത്തെ വലിയ തർക്കമാക്കാൻ സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രൊജക്റ്റുകളിൽ അവസരം ലഭിക്കാം. IT, ബാങ്കിംഗ്, മെഡിക്കൽ, വിദ്യാഭ്യാസം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് ഈ മാസം നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. എന്നാൽ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പുതിയ അവസരം ഉറപ്പായ ശേഷം മാത്രമേ നിലവിലെ ജോലി വിടാവൂ. സർക്കാർ ജോലി ലക്ഷ്യമിട്ട് തയ്യാറെടുക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണിത്. പരീക്ഷ, ഇൻ്റർവ്യൂ, നിയമനം എന്നിവയിൽ അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. തുടർച്ചയായ പരിശ്രമം നടത്തിയവർക്ക് ഈ മാസം ചെറിയൊരു വഴിത്തിരിവ് അനുഭവപ്പെടും. ചിലർക്കെങ്കിലും ഏറെ നാളായി കാത്തിരുന്ന ഒരു സർക്കാർ രേഖയോ അംഗീകാരമോ ഈ മാസം ലഭിക്കാം. ബിസിനസ് ചെയ്യുന്ന മീനൻ രാശിക്കാർക്ക് ഈ മാസം പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കും. പഴയ ഉപഭോക്താക്കൾ വീണ്ടും തിരികെ വരാം. കുടിശ്ശികയായി കിടന്ന പണം ലഭിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. പുതിയ കരാറുകൾ ലഭിക്കാം. ഓൺലൈൻ ബിസിനസ് നടത്തുന്നവർക്ക് വിൽപ്പനയിൽ വർധനവ് കാണാം. പങ്കാളിത്ത ബിസിനസ്സിൽ വിശ്വാസം മാത്രം മതിയാകില്ല. എല്ലാ കാര്യങ്ങളും രേഖാമൂലം ഉറപ്പാക്കുന്നത് നല്ലതാണ്. കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകാൻ സാധ്യത കാണുന്നു.
അതോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങൾ പ്രകടമാകും. വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സൂചനകൾ കാണുന്നുണ്ടെങ്കിലും അതേസമയം ചെലവുകളും വർദ്ധിക്കാം. വീടുമായി ബന്ധപ്പെട്ട ചെലവുകൾ, വാഹന പരിപാലനം, മക്കളുടെ വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കായി പണം ചെലവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഈ മാസം വളരെ പ്രധാനമാണ്. ഒരു വലിയ നിക്ഷേപമോ വായ്പയോ എടുക്കുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക മാത്രം ചെയ്യാവൂ. കാരണം മാസത്തിൻ്റെ 2ാം പകുതിയിലും ഇതിലും മികച്ച അവസരം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് മുന്നോട്ടു പോകുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക. ചിലർക്ക് ബാങ്ക് ലോൺ സംബന്ധിച്ച അനുകൂല തീരുമാനങ്ങൾ ലഭിക്കും. മറ്റു ചിലർക്ക് പഴയ സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കും. കുടുംബത്തിൻ്റെ പിന്തുണ ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ശക്തിയായി തീരും. കുടുംബജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ മാസം പല സന്തോഷ നിമിഷങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. കുറച്ചു നാളായി അകന്നു നിന്നിരുന്ന ബന്ധുക്കളുമായി വീണ്ടും അടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. വീട്ടിൽ മംഗളകരമായ ഒരു ചടങ്ങിനോ ആഘോഷത്തിനോ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വീടുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ അനുഗ്രഹം ഈ മാസം നിങ്ങൾക്ക് വലിയ ഭാഗ്യമായി മാറാൻ സാധ്യതയുണ്ട്. ദാമ്പത്തിക ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും അത് കൂടുതൽ നീണ്ടു നിൽക്കില്ല. പരസ്പരം എല്ലാം തുറന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. കുടുംബത്തിൽ സന്താന സംബന്ധമായ സന്തോഷ വാർത്ത ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. എന്നാൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിക്കേണ്ടതാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ മാസം ബന്ധം കൂടുതൽ ശക്തമാകുന്ന മാസമാണ്. ഏറെ നാളായി പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഈ മാസം ലഭിക്കും. ചിലർക്ക് പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഈ മാസം വന്നു ചേരും. എന്നാൽ മൂന്നാമതൊരാളുടെ അഭിപ്രായത്തിൽ ബന്ധം അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കേണ്ടതാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഈ മാസം മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസം ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്ന സമയമാണ്. പഠനത്തിൽ ഉണ്ടായിരുന്ന മടുപ്പ് മാറിത്തുടങ്ങും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ദിവസവും നിശ്ചിത സമയത്ത് പഠിച്ചാൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷകളുമായി ബന്ധപ്പെട്ട അനുകൂല വാർത്തകൾ ഈ മാസം ലഭിക്കാം. അധ്യാപകരുടെ സഹായവും മാതാപിതാക്കളുടെ പിന്തുണയും ഈ സമയത്ത് നിർണായകരമാകും. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മീനൻ രാശിക്കാർക്ക് ഇത് ആലോചനയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് കടക്കാനുള്ള സമയമാണ്. ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന സംരംഭങ്ങൾ ഭാവിയിൽ വലിയ വളർച്ച നേടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ സേവനങ്ങൾ, ഭക്ഷ്യവ്യാപാരം, വിദ്യാഭ്യാസം, കൃഷി, സൗന്ദര്യപരിപാലനം, കൈത്തറി മേഖലകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ ആരുടെയെങ്കിലും വാക്ക് മാത്രം വിശ്വസിച്ച് വലിയ തുക നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഈ മാസത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകാതിരുന്ന ഒരാൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വിജയത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അതുപോലെ വർഷങ്ങളായി കാണാതിരുന്ന ഒരാളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു സന്ദേശമോ ഫോൺ കോളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ കൂടിക്കാഴ്ച ഭാവിയിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഈ മാസം
വികാരാധീനനായി എടുക്കുന്ന തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബപരമായ തർക്കങ്ങളിലും ശാന്തത പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ ക്ഷമ തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. കാരണം മാസത്തിൻ്റെ 3-ാം ഘട്ടത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അനുകൂല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇതുവരെ പതുക്കെ നീങ്ങിയിരുന്ന പല കാര്യങ്ങളും വേഗത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് സഹായം ലഭിക്കും. മുമ്പ് അടഞ്ഞുവെന്ന് കരുതിയിരുന്ന ഒരു വാതിൽ വീണ്ടും തുറക്കപ്പെടും. ഈ സമയത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ 2-ാം പകുതി കൂടുതൽ അനുകൂലമാണ്. എങ്കിലും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, തലവേദന, ദഹന സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവ അവഗണിക്കരുത്. ജോലിത്തിരക്കിനിടയിലും ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകണമെന്നാണ്. ഭക്ഷണ സമയം തെറ്റിക്കുന്നത് ഒഴിവാക്കുക. ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിക്കാതെ ആവശ്യമായാൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നതും നല്ലതാണ്. ആരോഗ്യമാണ് ഈ മാസത്തിലെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം. വിദേശത്ത് ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കാം. വിസ, രേഖകൾ, അഭിമുഖം എന്നിവയിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്ക് വീണ്ടും ഈ മാസം ചലനമുണ്ടാകാം. ചിലർക്ക് അപ്രതീക്ഷിതമായ യാത്രകളും ഈ മാസം വന്നു ചേരാം. ആ യാത്രയിൽ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട്. ഇനി നക്ഷത്രഫലത്തിലേക്ക് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക പുരോഗതി വാതിലുകൾ തുറക്കുന്ന സമയമാണ്. ഇതുവരെ ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരവും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിൽ പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. ചെറിയ അഭിപ്രായ വ്യത്യാസം വലിയ തർക്കമാകാതിരിക്കാൻ ക്ഷമ പാലിക്കുക. ഉത്രട്ടാതി നക്ഷത്രം തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നു. പുതിയ ജോലി, സ്ഥാനക്കയറ്റം, ശമ്പള വർധന, പുതിയ കരാർ എന്നിവയിൽ ഏതെങ്കിലും ഒരു സന്തോഷ വാർത്തകൾ ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ യാത്രകളും അനാവശ്യ ചെലവുകളും നിയന്ത്രിക്കണം. ഈ മാസം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു തീരുമാനം അടുത്ത വർഷത്തെ വിജയത്തിന് അടിത്തറയാകാം. രേവതി നക്ഷത്രക്കാർക്ക് കുടുംബസൗഖ്യവും മനസമാധാനവും വർദ്ധിക്കുന്ന സമയമാണ്. സന്താന ഭാഗ്യവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത ചിലർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. എന്നാൽ നിങ്ങളുടെ നല്ല മനസ്സ് ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചേക്കാം. അതിനാൽ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാതെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. മാസത്തിൻ്റെ 3-ാം ആഴ്ച മുതൽ നിങ്ങളുടെ ഭാഗ്യം പതുക്കെ ഉയരുന്ന സൂചനകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഏറെ നാളായി നീണ്ടുനിന്ന കേസ്, സർക്കാർ രേഖ, ബാങ്ക് നടപടി, സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം എന്നിവയിൽ നിങ്ങൾക്ക് അനുകൂലമായ പുരോഗതി ഉണ്ടാകാം. ചിലർക്ക് അപ്രതീക്ഷിതമായ ഒരു വലിയ വ്യക്തിയെ പരിചയപ്പെടാനും ആ ബന്ധം ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നൽകാനും സാധ്യത ഉണ്ട്. എന്നാൽ ഈ ഭാഗ്യം നിലനിർത്താൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ വാക്കുകൾ ഈ സമയത്ത് വലിയ സ്വാധീനമാകും. നല്ല വാക്കുകൾ നല്ല ഫലവും, മോശം വാക്കുകൾ അനാവശ്യ ശത്രുതയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇതോടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഈ അവസാന ദിവസങ്ങളിൽ മീനം രാശിക്കാരെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഏത് പ്രാർത്ഥനയാണ് കൂടുതൽ ഫലം നൽകുക? ഭാഗ്യദിനം, ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, അവസാന മുന്നറിയിപ്പ്, ജീവിതം മാറ്റാൻ കഴിയുന്ന സമാപന സന്ദേശം എല്ലാം നമുക്ക് വിശദമായി നോക്കാം.
ഓഗസ്റ്റ് മാസത്തിലെ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ മീനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്ന സൂചനകളാണ് കാണുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ഓരോന്നായി പരിഹാരം ലഭിക്കും. ചിലർക്ക് സാമ്പത്തികമായും ചിലർക്ക് തൊഴിൽപരമായും സന്തോഷ വാർത്തകൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ചെറിയ അവസരമെന്ന് കരുതി ഒഴിവാക്കുന്ന ഒരു കാര്യം പിന്നീട് വലിയ വിജയത്തിൻ്റെ വാതിലായിരിക്കാം. ഈ മാസാവസാനത്തിൽ അപ്രതീക്ഷിതമായി ഒരു വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി നിങ്ങൾക്ക് പുതിയ ജോലി, പുതിയ ബിസിനസ് അവസരം അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശം എന്നിവ നൽകാൻ സാധ്യതയുണ്ട്. അതിനാൽ പുതിയ ആളുകളെ പരിചയപ്പെടാനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും ശ്രമിക്കുക. ഈ മാസം നിങ്ങൾ ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഭാവിയിൽ വളരെ വിലപ്പെട്ടതായി മാറും. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീണ്ടുനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഭൂമി വാങ്ങൽ, വീട് പണിയൽ, വാഹനം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയം രൂപപ്പെടും. എന്നാൽ രേഖകൾ പരിശോധിക്കാതെ ഒരു തീരുമാനവും എടുക്കരുത്. ചെറിയ അശ്രദ്ധ പോലും പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ വരുമാനം വർദ്ധിക്കുന്ന ചില സൂചനകൾ കാണുന്നു. കുടിശ്ശിക പണം ലഭിക്കുക, അധിക വരുമാനം മാർഗം തുറക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക സഹായം ലഭിക്കുക എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ അനാവശ്യ ആഡംബര ചെലവുകൾ ഒഴിവാക്കുക. ഈ മാസം നിങ്ങൾ സംരക്ഷിക്കുന്ന പണമാണ് അടുത്ത മാസങ്ങളിൽ വലിയ സഹായകരമാകുന്നത്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. അകന്നുപോയ ബന്ധങ്ങളിൽ വീണ്ടും അടുക്കും. മക്കളുടെ നേട്ടം മാതാപിതാക്കൾക്ക് അഭിമാനമാകും. വിവാഹം കാത്തിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാം. സന്താന പ്രതീക്ഷയുള്ള ദമ്പതികൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വീട്ടിൽ ഒരു മംഗളകരമായ ചടങ്ങ് നടക്കാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. ആത്മീയമായി ഈ മാസം നിങ്ങൾക്ക് വളരെ ശക്തമായ മാസമാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുകയോ ചെയ്യുന്നത് ആത്മവിശ്വാസവും മനഃശാന്തിയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. സാധ്യമെങ്കിൽ ദരിദ്രർക്ക് അന്നദാനം ചെയ്യുകയോ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്ന സൽക്കർമ്മമായി കാണാം. ഈ മാസത്തെ ഭാഗ്യദിനം വ്യാഴാഴ്ച. ഭാഗ്യനിറം മഞ്ഞയും ഇളം പച്ചയും. ഭാഗ്യസംഖ്യ 3, 7, 9. അവസാനമായി ഒരു കാര്യം, മീനൻ രാശിക്കാരെ, ഈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളുടെ മാസമാണ്. പക്ഷേ ആ അവസരങ്ങൾ കാണാനുള്ള കണ്ണും പിടിച്ചെടുക്കാനുള്ള ധൈര്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഭയവും സംശയവും മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാല പരാജയങ്ങൾ ഓർത്ത് നിരാശരാകരുത്. ജീവിതം പലപ്പോഴും ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നത് ഏറ്റവും കൂടുതൽ കാത്തിരുന്നവർക്കാണ്. ഈ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ അനുഗ്രഹത്തിനും നന്ദിയുള്ള മനസ്സോടെ മുന്നോട്ട് പോകുക. ദൈവവിശ്വാസവും ആത്മവിശ്വാസവും ഒരുമിച്ചാൽ പല അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടും. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് സമാധാനവും പുരോഗതിയും സാമ്പത്തിക ഉയർച്ചയും കുടുംബസന്തോഷവും നൽകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ജ്യോതിഷവാണി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. ദിവസേനയുള്ള രാശിഫലവും നക്ഷത്രഫലവും ആദ്യം ലഭിക്കാൻ ഞങ്ങളോടൊപ്പം തുടരൂ. നന്ദി.